കേട്ടാൽ ഞെട്ടിത്തെറിച്ചിരുന്നു പോകുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നാട്ടിൽ നടത്തിയ ഒരു കൊലപാതക വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിദാരുണമായ ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണ് പുറത്തു വരുന്നത്. എക്സ് സർവീസ് ഉദ്യോഗസ്ഥനായ ഗുരുമൂർത്തി സ്വന്തം ഭാര്യയെ വെട്ടി നുറുക്കി കുക്കറിൽ വേവിച്ച ശേഷം തടാകത്തിൽ വലിച്ചെറിഞ്ഞു എന്നാണ് ഈ ഭർത്താവിന്റെ മൊഴി. കുടുംബ വഴക്കുണ്ടായിരുന്നു, ഈ ഭാര്യയെ സംശയമുണ്ടായിരുന്നു. ഹൈദരാബാദില് ഒരു റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥൻ തൻ്റെ ഭാര്യയെ സംശയത്തിന്റെ പേരിൽ വെട്ടിക്കൊലപ്പെടുത്തി. അതും സ്വന്തം വീട്ടിലെ ബാത്റൂമിനുള്ളിൽ വെച്ചിട്ടാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിനുശേഷം എല്ലിൻ കഷ്ണങ്ങളും മാംസങ്ങളും വേർപ്പെടുത്തിയതിന് ശേഷം ഈ മാംസ കഷ്ണങ്ങൾ കുക്കറിലിട്ട് വേവിച്ചു. അതും 3 ദിവസത്തോളം. എല്ലിൻ കഷ്ണങ്ങൾ മിക്സിയിലിട്ട് പൊടിച്ചു. എന്നിട്ടും തീർന്നില്ല അയാളുടെ പക. ഈ അവശിഷ്ടങ്ങളെല്ലാം തന്നെ പാക്കറ്റുകളിലാക്കിയിട്ട് നദിയിലൊഴുക്കി. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇയാൾ പോലീസിൽ ചെന്ന് പരാതിപ്പെടുകയാണ് ഭാര്യയുടെ മാതാപിതാക്കളോടൊപ്പം. അപ്പം ഈ ഒരു സംഭവം കേട്ടപ്പോൾ തന്നെ പോലീസിന് സംശയം തോന്നി. പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സത്യാവസ്ഥ പുറത്തു വരുന്നത്. എന്തോ ഒരു പൈശാചികമായ ഒരു പ്രവൃത്തിയാണല്ലേ അയാൾ ചെയ്തത്. തന്നോടൊപ്പം 13 വർഷം ജീവിച്ച ഭാര്യയെയാണ്, തൻ്റെ 2 മക്കളെ പ്രസവിച്ച് വളർത്തിയ ഭാര്യയെയാണ് ഇയാൾ ഇങ്ങനെ ക്രൂരമായ ഈ ഒരു കൃത്യം ചെയ്തത്. കാരണം വേറൊന്നുമല്ല, സംശയരോഗമാണ് അയാൾക്ക്. സംശയരോഗം എന്ന് പറയുന്നത് ഒരു മാനസിക പ്രശ്നമാണ്. ഒരു കുടുംബ ജീവിതത്തിൽ എവിടെ സംശയരോഗം തുടങ്ങിയോ അപ്പോൾ ആ കുടുംബ ജീവിതത്തിൻ്റെ തകർച്ച ആരംഭിച്ചു എന്നുള്ളതാണ്. ഒരു വിവാഹ ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പര വിശ്വാസവും സ്നേഹവും ഒക്കെയാണ്. ആ വിശ്വാസമൊക്കെ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ബന്ധം പിന്നെ മുന്നോട്ട് കൊണ്ടുപോവുക വളരെ പ്രയാസമാണ്. ഇത്തരത്തിലുള്ള സംശയ രോഗം നിങ്ങൾക്ക് ഉടലെടുക്കുന്നുണ്ടെങ്കിൽ അത് സ്വയം ഒരു മാനസിക പ്രശ്നമാണെന്ന് മനസ്സിലാക്കുകയും കൗൺസിലിംഗ് നേടുകയുമാണ് ചെയ്യേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സംശയം മനസ്സിലിട്ട് ഊതി പെരുപ്പിച്ച് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സമാധാനം ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പക, വെറുപ്പ്, വൈരാഗ്യം എന്നീ വികാരങ്ങളൊക്കെ ഉടലെടുക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതം അവസാനിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഇയാളുടെ ഈ ജീവിതം തന്നെ കണ്ടില്ലേ, എത്ര നാളത്തെ പ്ലാനിങ്ങിലായിരിക്കും ഇയാൾ ഈ ഭാര്യനെ ഈ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക. അയാൾക്ക് എത്രത്തോളം ഒരു മനസ്സമാധാനക്കേടുണ്ടാവും. ഇപ്പം ഇങ്ങനെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമുക്ക് ഈ മൊബൈൽ ലോക്ക് ഇട്ട് വെക്കുമായിരിക്കും. ഈ ആരാണോ കള്ളത്തരം ചെയ്യുന്ന വ്യക്തി അവർ മൊബൈലൊക്കെ ഇങ്ങനെ ലോക്ക് ഇട്ട് വെക്കും. അപ്പോൾ ഇതിനെ തുടർന്നായിരിക്കും പ്രശ്നങ്ങൾ ആരംഭിക്കുക. ചെറിയ ചെറിയ തർക്കങ്ങളിൽ ആരംഭിച്ച് പിന്നെ അത് വലിയ 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 കുറ്റകൃത്യങ്ങളിലായിരിക്കും ചെന്ന് അവസാനിക്കുക. അപ്പം ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ പറഞ്ഞു തീർക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ ആ ഒരു കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് പോവുള്ളൂ. പിന്നെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക. മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ ഓർത്ത് മക്കളുടെ മുന്നിലൊന്നും വഴക്കടിക്കാതെ, കുട്ടികളുടെ മുമ്പിൽ വഴക്കടിക്കുമ്പോൾ കുട്ടികൾ വല്ലാതെ അങ്ങ് പകച്ചു പോവും. അവരുടെ ഭാവി ജീവിതം എന്ന് പറയുന്നത് വല്ലാത്തൊരു വിഷമത്തിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ കുട്ടികളുടെ മുമ്പിലൊന്നും വെച്ച് വഴക്കടിക്കാതെ പരസ്പരം പറഞ്ഞു തീർക്കുക. ഇനി പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ബന്ധങ്ങളാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക. അല്ലാതെ ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങളൊന്നും ചെയ്യല്ലേ. ഇപ്പം ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛനും നഷ്ടപ്പെട്ടു, അവർക്ക് അമ്മയും നഷ്ടപ്പെട്ടു. വല്ലാത്തൊരവസ്ഥയാണ് ആ കുഞ്ഞു മക്കളുടെ. ഈ 35-ാമത്തെ വയസ്സിലാണ് ഈ ഭാര്യ ഇയാൾ ഈ ക്രൂരകൃത്യം ചെയ്തത്. 35 വയസ്സിലൊക്കെ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ സംശയിക്കുന്നത്? അത് 45 വയസ്സുള്ള ഗുരുസ്വാമി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, അയാളൊരു റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥനാണ്. അതാണ് ഈ ഒരു കേസിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഒരു സൈനിക ഉദ്യോഗസ്ഥനൊക്കെ ഇങ്ങനെയാണോ പെരുമാറുന്നത്? വല്ലാത്തൊരു അവസ്ഥയാണ് മനുഷ്യന്മാരുടെ മനസ്സിൻ്റെ പോക്ക് എന്ന് പറയുന്നത്. ഒരിക്കലും മനസ്സിൽ ഈ ദേഷ്യം, പക, വൈരാഗ്യം അതൊക്കെ ഉടലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അപ്പാടെ തന്നെ തുടച്ചു കളയാൻ നോക്കുക. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമുക്ക് ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റില്ല. അപ്പം പിന്നെ നമുക്ക് എങ്ങനെയാണ് ഒരാളുടെ ജീവൻ എടുക്കാൻ സാധിക്കുക? നമ്മൾ എന്തുണ്ടെങ്കിലും ക്ഷമിച്ച് മുന്നോട്ട് പോവുക. ക്ഷമയുണ്ടെങ്കിലേ ഒരു മനുഷ്യന് ജീവിതം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരാൾ ഭയങ്കര സിൻസിയർ ആയിരിക്കും, ഒരാൾ ചിലപ്പോൾ അത്രയ്ക്കും ഒരു സിൻസിയർ ആ ഒരു ബന്ധത്തിന് വെച്ചിട്ടുണ്ടാവില്ല. അപ്പം
നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. നമ്മൾ നന്മ ചെയ്താൽ നമുക്ക് നന്മ വരുമെന്ന് പ്രതീക്ഷിക്കുക. ദൈവത്തെ വിളിക്കുക, പ്രാർത്ഥിക്കുക. ആ ഒരു വ്യക്തിക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മാനസാന്തരം വരും. നമ്മളെ മനസ്സിലാക്കും. നമ്മുടെ മനഃശുദ്ധി കൊണ്ട് നമുക്ക് അവരെ തിരുത്താനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് മോശമായ ഒരു മാതൃക സമൂഹത്തിന് കാണിക്കാതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.